ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. 2005 ജൂണിൽ സെർബിയയിലെ ഒരു ചെറിയ നഗരത്തിൽ ആളുകളെ ഞെട്ടിച്ചുകൊണ്ടൊരു വിചിത്ര പ്രതിഭാസം നടന്നു. ആകാശത്ത് പെട്ടെന്ന് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും തവളകൾ മഴ പോലെ താഴേക്ക് പെയ്യുകയും ചെയ്തു. ആയിരക്കണക്കിന് തവളകളാണ് ഇത്തരത്തിൽ നിലത്തേക്ക് പതിച്ചതെന്ന് പറയപ്പെടുന്നു. ഇത് റോഡിലെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയും ആളുകൾ ഭയന്നോടി സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടുകയും ചെയ്തു. വിചിത്രമായ രീതിയിൽ വളരെ വേഗത്തിലായിരുന്നു കാർമേഘം പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. അതിന്റെ ആകൃതിയും നിറവും കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് തവളകൾ വീഴാൻ തുടങ്ങി. തവളകളെ കൊണ്ടുപോയ ഏതെങ്കിലും വിമാനം അന്തരീക്ഷത്തിൽ വെച്ച് തകർന്നു പോയതെന്നാണ് ആദ്യം കരുതിയതെന്ന് ദൃക്സാക്ഷികൾ ഓർമ്മിക്കുന്നു. എന്നാൽ ഈ വിചിത്രമായ പ്രതിഭാസത്തിൽ തവളകൾക്ക് കാര്യമായ പരുക്കുകളൊന്നും പറ്റിയില്ലെന്ന് മാത്രമല്ല, അവ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ചാടി പോവുകയും ചെയ്തു. കേൾക്കുമ്പോൾ തികച്ചും വിചിത്രമായി തോന്നാമെങ്കിലും ആകാശത്ത് നിന്ന് ഉഭയജീവികൾ മഴ പോലെ പെയ്യുന്നത് ഇതാദ്യമല്ല. ചരിത്രരേഖകൾ പരിശോധിച്ചാൽ 1625 ബെൽജിയത്തിലെ ടൂർണായിലും 1794 ഫ്രാൻസിലെ ലില്ലിക്ക് സമീപവും ഇത്തരത്തിൽ തവളകൾ പെയ്തതായി കാണാം. 1987 ഇംഗ്ലണ്ടിലെ ഗ്ലൗസസ്റ്റർഷെയറിലുള്ള 2 നഗരങ്ങളിൽ 2 ആഴ്ചയോളം പിങ്ക് നിറത്തിലുള്ള തവളകൾ പെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തവളകൾ മാത്രമല്ല, പക്ഷികളും പറക്കാൻ കഴിയാത്ത മറ്റ് ചെറിയ ജീവികളും, അതിൽ മീനുകളും വിരകളും ഉൾപ്പെടെ ഇത്തരത്തിൽ മഴയായി പെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോണ്ടുറാസിലെ യോറോ എന്ന ചെറിയ നഗരത്തിലെ ജനങ്ങൾ എല്ലാ വർഷവും ഫെസ്റ്റിവൽ ഡി ലാ ലൂവിയ ഡി പെസസ് എന്ന പേരിൽ മീൻമഴയുടെ ഉത്സവവും ആഘോഷിക്കാറുണ്ട്. വർഷത്തിൽ 1-2 തവണ അവിടെ ആകാശത്ത് നിന്ന് ചെറിയ വെള്ളിമീനുകൾ മഴയായി പെയ്യാറുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ ഉത്സവം നടത്തുന്നത്. എങ്ങനെയാണ് ഈ വിചിത്ര പ്രതിഭാസം സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഭൗതികശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് മുകളിലേക്ക് പോയത് എന്തും താഴേക്ക് വരണം. ഈ സാഹചര്യത്തിൽ താഴേക്ക് വീണ ജീവികൾ ആദ്യം എങ്ങനെയോ മുകളിലേക്ക് പോയിട്ടുണ്ടാകണം. ഇതിന് ഗവേഷകർ നൽകുന്ന വിശദീകരണം ഈ ജീവികൾ ഏതെങ്കിലും വിചിത്രമായ കാലാവസ്ഥാ വ്യതിയാനത്തിൽ പെട്ടുപോയതാകാം എന്നുള്ളതാണ്. ഒരു ചുഴലിക്കാറ്റ് വെള്ളത്തിന് മുകളിൽ രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ജലസ്തംഭത്തിന്റെ ഉൾഭാഗത്തുള്ള കുറഞ്ഞ വായുമർദ്ദത്തിന് ഭാരം കുറഞ്ഞ വസ്തുക്കളെ മുകളിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. തുടർന്ന് ഈ ചുഴലിക്കാറ്റ് സഞ്ചരിക്കുമ്പോൾ അതിലകപ്പെട്ട ചെറിയ ജീവികളും ഒപ്പം നീങ്ങുന്നു. ഒടുവിൽ കാറ്റിന്റെ വേഗത കുറയുമ്പോൾ ഇതിനുള്ളിലുള്ളവയെല്ലാം മഴയായി നിലത്തേക്ക് പതിക്കുന്നു. ചില ജലസ്തംഭങ്ങൾക്ക് 100 കണക്കിന് മൈലുകൾ വരെ സഞ്ചരിക്കാൻ കഴിയും. എന്നാൽ സാധാരണയായി ഇവ 1-2 മൈൽ സഞ്ചരിച്ച ശേഷം ശക്തി കുറഞ്ഞ് ഇല്ലാതാവുകയാണ് പതിവ്. ഭാരക്കുറവുള്ള ജീവികളാവും ഈ പ്രതിഭാസത്തിൽ പെടുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.